ഹലോ വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ഇട്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. അതേപോലെ തന്നെ ലിൻസീസ് ലിങ്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ചെടികളൊക്കെ നമ്മൾ നട്ടുവെക്കുന്നത് പോലെ തന്നെ പ്രധാനമായിട്ടൊരു കാര്യമാണ് അതിനെ പരിപാലിക്കുന്നതും. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സ്പൈഡർ പ്ലാന്റിൻ്റെ തൈകൾ നമ്മൾ വെള്ളത്തിൽ വെച്ച് എങ്ങനെയാണ് വളർത്തിയെടുക്കുന്നതെന്ന്. അന്നേരം അത് പലർക്കും അറിയത്തില്ല, പക്ഷേ അറിയാവുന്നവർ ഒത്തിരി പേരുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്പൈഡർ പ്ലാന്റ് ഞാൻ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബോട്ടിലായാലും എടുക്കുക. ഇപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്തിട്ടൊക്കെ കളയുന്ന ബോട്ടിൽസ് ഉണ്ടല്ലോ, ഇതുപോലെയൊക്കെ നല്ല തേയിലയൊക്കെ വാങ്ങിക്കുന്ന ബോട്ടിൽസ് കളയാതെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇതുപോലെ നമുക്ക് വീട്ടിൽ ഇൻഡോറിൽ ചെടികൾ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇപ്പോൾ 2 ബോട്ടിൽസ് എടുത്തു. നമ്മൾ ഈ തേയില അതുപോലെ കാപ്പിപ്പൊടിയൊക്കെ മേടിക്കും, നല്ല ഗ്ലാസ് ബോട്ടിൽസൊക്കെ കിട്ടുമല്ലോ, അത് കഴുകി എടുത്ത് വെക്കുക. ഇപ്പോൾ അതിലേക്ക് നമുക്ക് നിങ്ങളുടെ കയ്യിൽ ലീക്ക ബോൾസ് എന്ന് പറഞ്ഞ് ഇത് വാങ്ങാൻ കിട്ടും. ഈ ലീക്ക ബോൾസ് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ ഒരു ബോട്ടിൽസിൽ നമ്മൾ കളേർഡായിട്ടുള്ള പെപ്പിൾസൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇടാൻ പോകുന്ന ലീക്ക ബോൾസാണ്. നമുക്ക് കുറച്ച് ലീക്ക ബോൾസ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത് വെള്ളത്തിൽ കിടക്കുമ്പം കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതേപോലെ തന്നെ മറ്റേ ബോട്ടിലും കുറച്ച് ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് വേണമെന്നില്ല കേട്ടോ. ലീക്ക ബോൾസും പെബിൾസും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വെറുതെ വെള്ളത്തിൽ വെച്ചാലും ഈ ചെടികളൊക്കെ വേര് പിടിക്കുന്ന ചെടികൾ തന്നെയാണ്. പിന്നെ നമ്മുടെ സാധാരണ പെബിൾസും കൂടെ വെറുതെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കുമ്പം കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമുക്കൊരു നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും അതുപോലെ ഒരു പോസിറ്റീവ് എനർജി കിട്ടാനും ഒക്കെ നല്ലതായിട്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ ഇൻഡോറിൽ ചെടികൾ വെക്കുകയാണെങ്കിൽ. ഇപ്പം ഞാൻ കളർ പെബിൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ വെക്കാൻ പോകുന്ന ചെടിയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി നല്ലത്. കാരണം ഈ ഒരു വെക്കാൻ പോകുന്ന നമ്മുടെ സ്പൈഡർ പ്ലാന്റ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ നമുക്ക് ഓക്സിജൻ തരുന്ന ചെടിയാണ്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലും സ്പൈഡർ പ്ലാന്റിനെ കുറിച്ച് ചെയ്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ വീടിനുള്ളിലുള്ള ചില കെമിക്കലുകളെ ഇതിനെ അബ്സോർബ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഓക്സിജൻ തരുന്ന ഒരു ചെടി കൂടിയാണ് നമ്മുടെ ഈ സ്പൈഡർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഈ ബോട്ടിൽ 3/4 ഭാഗം അല്ലെങ്കിൽ നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഇതുപോലെ സ്പൈഡർ പ്ലാന്റിൻ്റെ ചെറിയ തൈകൾ ഇങ്ങനെ വരുമല്ലോ, അത് മുറിച്ചാണ് ഇപ്പം ഞാൻ വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ സ്പൈഡർ പ്ലാന്റിൻ്റെ മറ്റൊരു പേരാണ് ക്ലോറോഫൈറ്റം കൊമോസം എന്ന് പറയുന്നത്. ഇത് വളരെ എളുപ്പം വളർത്തിയെടുക്കാനും എളുപ്പം വേര് വരുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു ചെടി എന്ന് പറയുന്നത്. എത്ര പരിചയമില്ലാത്തവർക്കും വീട്ടിൽ വളർത്താൻ പറ്റിയൊരു ചെടിയാണ്. ഇൻഡോറിൽ നമുക്ക് വെക്കാൻ പറ്റിയൊരു ചെടിയാണ് കേട്ടോ നമ്മുടെ ഈ ക്ലോറോഫൈറ്റം കൊമോസം എന്ന് പറയുന്ന ഈ ഒരു ചെടി. പിന്നെ നമ്മൾ മണ്ണിലാണ് നടുന്നതെങ്കിൽ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഇൻഡോറിലാണെങ്കിലും നമുക്ക് ഒത്തിരി വെട്ടം ഇല്ലാത്ത ഏരിയയിലും കിളിച്ചു വരുന്നൊരു ചെടി കൂടിയാണിത്. അപ്പോൾ ഞാനിതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ടുണ്ട്. ഇനിയും നമുക്കിത് വെള്ളത്തിലേക്ക് വെച്ച് കൊടുക്കാം. വളരെ ഈസി അല്ലേ, എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഈ സ്പൈഡർ പ്ലാന്റ് ഇതുവരെ ഇല്ലാത്തവർ വാങ്ങിക്കുക. ഇത് വളരെ ഈസി ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഒരുപാട് കെയർ ഒന്നുമില്ലാതെ ഈസി ആയിട്ട് നട്ടുവെക്കാൻ പറ്റിയൊരു ചെടി കേട്ടോ. ഇതുപോലെ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ, നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Till then, take care friends. Bye bye. See you next video.